ചോറ് കൊണ്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ചോറ് കൊണ്ട് നല്ല ഈസി ആയിട്ട് കൊള്ളപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതെങ്കിൽ നോക്കാം. ഇതേപോലെ ചോറ് കൊണ്ട് കൊള്ളപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ശരിക്കും മാവ് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൊള്ളപ്പം ഇതിന്റെ മാവ് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ കൊള്ളപ്പത്തിന്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാനായിരുന്നാലും നല്ല എളുപ്പമാണ്. പിന്നെ കൊള്ളപ്പം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ടൈപ്പ് കൊള്ളപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവും പിന്നെ അതിലേക്ക് ചേർക്കണ തേങ്ങയ്ക്ക് നല്ല കറക്റ്റായിട്ട് വരണം. എന്നാൽ മാത്രമേ കൊള്ളപ്പം ശരിയായിട്ട് വരുള്ളൂ. പക്ഷേ ഇതേപോലെ ചോറ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കൊള്ളപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കൊള്ളപ്പത്തിൻ്റെ മാവ് നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്തണം. എന്നാൽ മാത്രമേ കൊള്ളപ്പം നല്ല വറുത്തെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ കനം കൂടിയിട്ടുണ്ടെങ്കിൽ കൊള്ളപ്പം തണുത്ത പോലെ ഇരിക്കും. ഇപ്പം ഞാൻ ചോറ് കൊണ്ട് കുറച്ചധികം റെസിപ്പികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുവിധം എല്ലാ റെസിപ്പികളും തന്നെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള റെസിപ്പികളായിരുന്നു. അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിരുന്നാലും നല്ല എളുപ്പമുള്ള റെസിപ്പികളാണ്. ഇതും അതേപോലെ തന്നെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിന് കൊള്ളപ്പാക്കുന്നത്. ഇത് കൊള്ളപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് പുട്ടുണ്ടാക്കുന്ന പൊടി അല്ലെങ്കിൽ നൂലപ്പം ഉണ്ടാക്കുന്ന പൊടി അല്ലെങ്കിൽ പത്തരിയുടെ പൊടി ഏത് ടൈപ്പ് പൊടിയായിരുന്നാലും കുഴപ്പമില്ല. അരിപ്പൊടി 1 കപ്പ് എടുക്കുമ്പോൾ ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് ഇതിലേക്ക് ഒരു 3/4 കപ്പ് മതിയാവും. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചിട്ട് എടുക്കുമ്പോൾ അതിലും അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് അരച്ചിട്ട് എടുക്കുമ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 3/4 കപ്പ് ചോറ് വെച്ചിട്ട് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഒട്ടും അറിയണില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതനുസരിച്ചിട്ട് കുറച്ച് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചോറും 3/4 കപ്പ് ചോറാണ് ഞാനിവിടെ എടുക്കുന്നത്. വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 വെളുത്തുള്ളി എടുക്കുക. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നിങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല ചെറിയ ടൈപ്പ് ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ചുവന്നുള്ളി എടുക്കുക. വലിയ ടൈപ്പ് ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ 1 ചുവന്നുള്ളി എടുക്കുക. അപ്പം എൻ്റെ അടുത്ത് ഇവിടെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം സവോളയും എടുത്തേക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും ചുവന്നുള്ളി ചേർക്കണം. അതിനായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത എള്ള് വേണം. അതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് എന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകവും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അരിപ്പൊടിയും ചോറും കൂടിയിട്ട് അരച്ചിട്ടിടുക. അപ്പോൾ ഈ സവോളയ്ക്ക് പകരം നിങ്ങൾ ചുവന്നുള്ളി കിട്ടുകയാണെങ്കിൽ ചുവന്നുള്ളി തന്നെ എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് നന്നായിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വറുത്ത അരിപ്പൊടി ഇല്ല, പച്ചരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് 3/4 കപ്പ് ചോറ് ചേർക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്താം. അത് നിങ്ങൾ ഇടുന്ന ഈ പാത്രത്തിൽ വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തുടച്ച് കളയണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കറുത്ത എള്ള് ചേർക്കാം. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് ഇതേപോലെ കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ കൊള്ളപ്പത്തിലേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഈ മാവ് നമുക്കിവിടെ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കാം. ഇത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടാം. നമ്മൾ ഉരുട്ടിയെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് വരണം. ഈ പൊടി ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുമ്പോൾ ഇതുമ്മ ഇങ്ങനെ നിറച്ചിങ്ങനെ വിള്ളൽ പോലെ വരും. ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്ത് വാഴലി ഉണ്ടെങ്കിൽ നിങ്ങൾ വാഴലി എടുക്കാം. അപ്പം എൻ്റെ അടുത്ത് വാഴലി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് റാപ്പാണ് എടുത്തേക്കുന്നത്.
ഇത് ഉരുട്ടി വെച്ചേക്കുന്നത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇത് കൈ കൊണ്ട് ഇതേപോലെ ആദ്യം ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലും ഇതേപോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെക്കണം. അപ്പോൾ വാഴല ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴല അടിയിലും വയ്ക്കാം, മുകളിലും വയ്ക്കാം. ചപ്പാത്തിക്കോല് വെച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തണം. ഞാനിതിവിടെ നല്ല കനം കുറച്ച് ഇതിൻ്റെ മുകളിൽ ഈ പ്ലാസ്റ്റിക് റാപ്പർ മാറ്റാം. ഇതെല്ലാനും ഒരേ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടുള്ള കുഴലപ്പം ഉണ്ടാക്കും, മീഡിയം ടൈപ്പ് കുഴലപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ടൈപ്പ് കുഴലപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വലുതാക്കിയിട്ട് പരത്തിയിട്ട് എടുക്കുക. ഇതേപോലെ നമ്മൾ പൂരിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ എല്ലാ കുഴലപ്പം ഒരേപോലെ ഇരിക്കും. ഇത് കുഴലപ്പത്തിൻ്റെ ഷേപ്പ് ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ ഇതേപോലത്തെ ഒരു ഉരുണ്ടിട്ടുള്ള ഒരു കോലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മുമ്പും കുഴലപ്പത്തിൻ്റെ ഒരു വീഡിയോ സാധാരണ ഉണ്ടാക്കുന്ന കുഴലപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പത്തണ്ടാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കപ്പത്തണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പത്തണ്ട് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക, കുറച്ച് ഇതേപോലെ നീക്കിയിട്ട് വയ്ക്കുക, ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഈ സൈഡ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓയിൽ ഇടുന്ന സമയത്ത് ഇതങ്ങോട്ട് വിട്ടു പോകും. ഇതേപോലെ കിട്ടും. അത് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടണില്ല. അങ്ങനെ എടുക്കാൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റിക്കുമ്പോൾ കുറച്ച് അരിപ്പൊടി ഒന്ന് തൂത്ത് കൊടുക്കണം. നീ ചിലപ്പോൾ ഇതുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ എന്തായാലും എടുക്കാൻ കിട്ടണില്ല, അതൊന്ന് ഇരിക്കാം. കുറച്ച് നല്ല ബലം കൊടുത്തിട്ട് പരത്താം. അപ്പം നല്ല കനം കുറച്ചിട്ട് പെട്ടെന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനി ഇതേപോലെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഈ ഫോൾഡ് ചെയ്യണ ഈ സൈഡിൽ ഇതേപോലെ കുറച്ച് അരിപ്പൊടി ഇവിടെ മാത്രം കുറച്ച് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇവിടെ മാത്രം വളരെ കുറച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഒരു 13 കുഴലപ്പം ഉണ്ടാക്കിയേക്കുന്നത്. നല്ല കനം കുറച്ചിട്ട് പരത്തണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കുഴലപ്പം വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് കുഴലപ്പം ഇടാൻ വേണ്ടിയിട്ട്. അതെന്ത് സാധനം നിങ്ങൾ ഓയിലിൽ ഇതേപോലെ ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ കുറയ്ക്കരുത്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴായിരിക്കും നമ്മൾ എന്ത് സാധനം വറുത്തെടുക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിർത്തി മാറ്റാം. ഇത് കുഴലപ്പം ആയതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഓയിൽ മുഴുവനും പോവാം. ഇവിടെ കുഴലപ്പം വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഇതേപോലെ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വന്നു. ഇത് ഇതേപോലെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ലാസ്റ്റ് ഇവിടെ കുറച്ച് മാവ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷേപ്പാക്കാനൊന്നും ഉള്ള മാവില്ല, വളരെ കുറച്ചുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്കുമ്പോൾ വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് വെക്കണം. ചെറുതായിട്ട് ലൂസായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓയിലിടുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ആയിപ്പോവും. ഇതേപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുമ്പോൾ ഒട്ടും ലൂസാവരുത്. അതേപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ കൊണ്ടുപോകണം. ഇപ്പോൾ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. ഈ കുഴലപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന കുഴലപ്പണത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.